ഇൻസ്റ്റാഗ്രാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്ര മോശപ്പെട്ടൊരു സംഭവമല്ല. പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നത്? ശ്രീനന്ദ് ആരാണ്? ശ്രീനന്ദിന് എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു ടെക്നോളജിയുടെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്? എന്താ പറയുക, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടു, കോഴ്സിനെല്ലാം ജോയിൻ ചെയ്തു, കുട്ടികളെ ടീച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ ഒരുപാട് റോബോട്ടുകളും ഒരുപാട് വെബ്സൈറ്റുകളും ആപ്സെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നതാണ്. ഡിജിറ്റലി നമ്മളെല്ലാവരും അഡിക്റ്റഡ് ആണ്. അതായത് എങ്ങനെ ഒരു നമ്മുടെ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഈ സമയം യൂസ് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24-48 മണിക്കൂറായിട്ട് മാറും. എവിടെ നിന്നാണ് ശ്രീനന്ദ് തുടങ്ങേണ്ടത്? ജൻസി അല്ലെങ്കിൽ അതിന് ശേഷമുള്ള തലമുറ എന്ന് പറയുന്നത് ഭയങ്കര കിടുവാണ്. അതെ, എഡ്യൂക്കേഷൻ സിസ്റ്റം കേരള ഇസ് ദി ബെസ്റ്റ്. ഇത് റിലേറ്റ് നടന്നാട്ടെ. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിയേക്കാം. പീപ്പിൾസ് പ്ലാനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു അതിഥിയാണ്. ഒരുപക്ഷെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കുറ്റിക്കോലുകാരനായിട്ടുള്ള ശ്രീനന്ദാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീനന്ദെ, പീപ്പിൾസ് പ്ലാനിങ്ങിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം, പുതിയ കാലത്താണ്, എഐയുടെയൊക്കെ വലിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കോഡിങ്ങിൻ്റെയും എഐയുടെയും ലോകത്തേക്ക് വളരെ ജിജ്ഞാസയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി കാലെടുത്ത് വെച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. യുവ സംരംഭകൻ അല്ലെങ്കിൽ യുവ സ്റ്റാർട്ടപ്പ് സംരംഭകൻ എന്നൊക്കെ നമ്മൾ പൊതുവിൽ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പോലും ആവാത്ത ഒരാളാണ്. ബിക്കോസ് യുവാവ് പോലും ആയിട്ടില്ലാത്ത വിദ്യാർത്ഥി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. 2ഓളം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ കോ-ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീനന്ദിൻ്റെ ടീമും. ശ്രീനന്ദിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ശ്രീനന്ദ്, എങ്ങനെയാണ് ഈ പറയുന്ന എയുടെ ശ്രീനന്ദ് എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജിയുടെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പീപ്പിൾസ് പ്ലാനിങ്ങിൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് എന്നെ ഗസ്റ്റ് ക്ഷണിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം വരികയെന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. ആൻഡ് അബൌട്ട് മൈ ദാറ്റ് കരിയർ ഷിഫ്റ്റിംഗ്, ലൈക്ക് എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം എന്നെപ്പോലെയുള്ള, അല്ലെങ്കിൽ എന്നെപ്പോലെ ഈ ടെക്നിക്കൽ സൈഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം ഈ ഒരു ലോകത്തേക്ക് ഷിഫ്റ്റാക്കാൻ സഹായിച്ച ഒരു കാലഘട്ടമാണ് കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാനും വന്നത്. അപ്പം ബേസിക്കലി എൻ്റെ കസിൻ ബ്രദർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. എന്താ പറയുക, ഇലക്ട്രിക്കൽ ഫീൽഡിലും ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ കസിൻ ബ്രദർ എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കപ്പാസിറ്റർ, റെസിസ്റ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ കണ്ടു. കോഴ്സിനെല്ലാം ജോയിൻ ചെയ്തു, കുട്ടികളെ ടീച്ച് ചെയ്യാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ഒരുപാട് റോബോട്ടുകളും ഒരുപാട് വെബ്സൈറ്റുകളും ആപ്സെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നതാണ്. അങ്ങനെയാണ് കോവിഡ് കാലത്ത് ആ ഷിഫ്റ്റ് ആണ് ഈ ലോകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിനെക്കാട്ട് മുമ്പ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വീട്ടിലെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ മിക്സി വോളണ്ടിയറുമ്പോൾ അതിൻ്റെ അകത്ത് നോക്കും, TV വോളണ്ടിയറുമ്പോൾ അതിൻ്റെ അകത്ത് നോക്കും. അത് എന്നെ പോലെയുള്ള എല്ലാ ബോയ്സിനും ഒരു ക്രേസാണ്. അപ്പം എല്ലാ ബോയ്സിനെ പോലെ അതൊരു ക്രേസ് ആയിരുന്നു. ആ ക്രേസ് തന്നെ എൻ്റെ തന്നെ ഒരു കരിയറാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ വന്നത് ആ കോവിഡ് കാലഘട്ടത്തിലാണ്. അതായത് സ്വന്തം താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രൊഫഷനിലേക്ക് കടന്നത് എല്ലാം നേരത്തെ തന്നെ പറ്റി എന്നുള്ളതാണ്. അതെ. ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? ഓഫ് കോഴ്സ് ആണ്. എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കേട്ടില്ല എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രൊഫഷണൽസ് ഒരു 95% ഓഫ് ആൾക്കാരും ഹാപ്പി അല്ല. എന്താ വെച്ചാൽ അവർ ഇഷ്ടപ്പെടുന്നല്ല അവർ ചെയ്യുന്നത്. പക്ഷെ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ഐ ആം ലവിങ് വാട്ട് ഐ ആം ഡൂയിങ്, റൈറ്റ്? അപ്പം ആ രീതി ചിന്തിക്കുമ്പോൾ യെസ്, ഐ എം വെരി ഹാപ്പി. ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിലേക്ക് വരാൻ എന്നെ ഏറ്റവും കൂടുതൽ തോന്നിപ്പിച്ചൊരു ഘടകം, ഒന്ന് നമ്മുടെ വളരെ ഒരു ഗ്രാമീണ പ്രദേശത്തു നിന്നാണ് നീ വരുന്നത്. സ്വാഭാവികമായിട്ടും കുറ്റിക്കോല് എവിടെയാണ്? കുറ്റിക്കോല് പ്ലാവിലക്കയ എന്ന് പറയുന്നൊരു നടത്താണ് ഞാൻ വരുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടനുണ്ട്, എനിക്ക് ഒരു അനിയനുണ്ട്. ഇവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ട് എന്താ വെച്ചാൽ, ഈവൻ ദോ എല്ലാ സ്റ്റോറീസിലും ഞാൻ കേൾക്കലുണ്ട്. എന്താ വെച്ചാൽ വലിയ ഓണ്ടർപ്രണേഴ്സിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ലെവൽ ഓഫ് ഇതിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ പോഡ്കാസ്റ്റും അവരുടെ സ്റ്റോറീസും കാണുമ്പോൾ ഈ വീട്ടുകാരെതിരുണ്ടാവും, ഫ്രണ്ട്സുകൾ എതിരുണ്ടാവും, നാട്ടുകാരെതിരുണ്ടാവും എന്നുള്ള വലിയൊരു കാര്യം ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്.
വീട്ടുകാരായാലും ഈവൻ അമ്മ അച്ഛൻ ഒന്നിനും എന്നോട് നോ പറഞ്ഞിട്ടില്ല. ഈവൻ ബ്രദേഴ്സ് ആയാലും ഈവൻ ദൻ മൈ ഫ്രണ്ട്സ് ആയാലും പോട്ടെ നാട്ടുകാരായാലും എല്ലാത്തിനും എന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതും ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റോറി നോക്കിയാലും നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ഞാൻ എത്രത്തോളം ഞാൻ എല്ലാവരോടും പറഞ്ഞ സംഭവമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒന്നും എന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, നീ പോയിക്കോ, ബാക്കി നമ്മൾ നോക്കിക്കോളാം. നീക്ക് പഠിക്കണോ പഠിച്ചോ, ലാപ്ടോപ്പ് ആണോ വാങ്ങിച്ചോ, നോ എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ എന്നോട് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഞാൻ പോകുന്നൊരു പാത്ത് അവർക്ക് ഞാൻ ഫസ്റ്റ് ടൈം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര സ്ട്രഗിൾ ഉണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട്, ഇത്ര എക്സ്പെൻസ് ഉണ്ട്, അത് ഫസ്റ്റ് അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം സ്മൂത്ത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അതിപ്പോൾ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഫ്രണ്ട്സായാലും ആരായാലും കസിൻസ് ആയാലും ഓവറോൾ എൻ്റെ വീട്ടിൽ എനിക്കറിയുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഇനി വെക്കേഷനാണ് വരാൻ പോകുന്നത്. അതെ അതെ. അപ്പോൾ നമ്മുടെ എല്ലാവരും, ഞാനാണെങ്കിലും ആരാണെങ്കിലും ഡിജിറ്റലി നമ്മളെല്ലാവരും അഡിക്റ്റഡ് ആണ്. അതായത് എങ്ങനെ ഒരു നമ്മുടെ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഈ സമയം യൂസ് ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സാധാരണ ഒരു വിദ്യാർത്ഥിയെ പോലെ റീലും നോക്കി സിനിമയൊക്കെ നോക്കി കോവിഡ് കാലത്ത് പോകുമായിരുന്നു. അപ്പം അതിനെ ഹെൽത്തി ആയിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് നോക്കി കണ്ട ആളുകളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ശ്രീനന്ദ് അങ്ങനെ ചെയ്തതാണ്. പ്രത്യേകിച്ച് ശ്രീനന്ദിൻ്റെ ഒപ്പമുള്ള 2 കോ-ഫൗണ്ടേഴ്സ്. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതിൽ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഡിഗ്രി ചെയ്തവരോ അല്ലെങ്കിൽ +2 ചെയ്യുന്നവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ UP നിന്ന് ഹൈസ്കൂളിലേക്ക് വരാനൊക്കെ നിൽക്കുന്ന കുട്ടികളെല്ലാവരും കിടുവാണ്. പ്രത്യേകിച്ച് ജെൻസി അല്ലെങ്കിൽ അതിന് ശേഷമുള്ള തലമുറ എന്ന് പറയുന്നത് ഭയങ്കര കിടുവാണ്. അപ്പോൾ ഇവരുടെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ രക്ഷിതാക്കൾക്കാണെങ്കിലും ഒരു പ്രശ്നമുണ്ടല്ലോ, അവന് ഓവർ ടൈം യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളിപ്പം നേരത്തെ നീ സൂചിപ്പിച്ച പോലെ കോവിഡ് കാലത്താണ് ഇത്രയും രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഇത്രയും അധികം സമയം നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി ഇത് മാറി. അപ്പം എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഇത്തരം രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അവസ്ഥയെ എങ്ങനെയാണ് ശ്രീനന്ദ് നോക്കിക്കാണുന്നത്? സംഭവം എന്താ വെച്ചാൽ പ്രൊഡക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാണ്. പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നത്? രാവിലെ കൃത്യം 9 മണിക്ക് എണീക്കുന്നു, 9:15 നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു, ബ്രേക്ക് എടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു. ബിക്കോസ് നമുക്കത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതൊരു ഡോപ്പമൈൻ റിലീസാണ് അല്ലേ. അതിലേക്ക് നമ്മുടെ ഈ ടെക്കായാലും ബാക്കി ഇഷ്ടങ്ങളായാലും ആ രീതിക്ക് നമ്മൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. അതായത് എനിക്ക് രാവിലെ എണീച്ച് 9:15 കോഡിങ് ചെയ്യണം, ജസ്റ്റ് ലൈക്ക് വാട്ട് ഐ ആം ഡൂയിങ് സ്ക്രോൾ. അല്ലെ, സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെ അതിനൊന്ന് കണ്ടാൽ മതി. ആ രീതിയിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഇൻസ്റ്റഗ്രാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്ര മോശപ്പെട്ടൊരു സംഭവമല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ടൊരു സംഭവമല്ല. ബിക്കോസ് മുമ്പുള്ള പോലെ തന്നെ കോവിഡ് സമയത്ത് ഉണ്ടായ പോലത്തെ ഒരു കൾച്ചറല്ല ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ തന്നെ വാട്സപ്പ്, യൂട്യൂബ് പോലത്തെ കമ്പനീസും ചെയ്യാറ്, മീൻസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചെയ്യാറ്. ബിക്കോസ് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി എന്താ പറയുക, ഒരു റിസൾട്ട് തരാത്ത ടൈപ്പ് റീൽസാണ് ഉണ്ടായിക്കൊണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 90 to 95% ഓഫ് ദി റീൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതാണ് ആൾക്കാർ കാണാൻ ഉദ്ദേശിക്കുന്നത്. അതിലാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും അഡിക്റ്റ് ആയി. അത് മോശപ്പെട്ട സംഭവം അല്ല, പക്ഷെ അതും നമ്മുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് അതാണ് മെയിൻ. എങ്ങനെ ഇത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അതാണ് യെസ്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മനസ്സിലായി. അപ്പം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാനുള്ള ഒരു റീസൺ ഇതാണ്. നമ്മളിപ്പോൾ വെക്കേഷനാണ് വരുന്നത്, എങ്ങനെ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ വെക്കേഷൻ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പിന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക് ലോകത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് ആശങ്കപ്പെടുന്ന. വെക്കേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പം എന്നെ പോലെ 12th ബോർഡ് എക്സാംസ് എഴുതിയ ഒരാളാണെങ്കിലും 10th പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 8th പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ +1 പഠിക്കുന്നവരാണെങ്കിലും ഈ 2 മാസം ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ പഠിക്കുന്നവരാവട്ടെ പഠിക്കാത്തവരാവട്ടെ അല്ലാതെ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാവട്ടെ വെറുതെ ഇരിക്കുന്ന ടൈമാണ് അല്ലേ. അപ്പം അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. ബേസിക്കലി ഇപ്പോഴത്തെ ഈ ഒരു AI കാലഘട്ടത്തിൽ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ടെക് ഫീൽഡ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഈ 2 മാസത്തിനകം സ്വിച്ച് ചെയ്താൽ ബാക്കിയുള്ള സമയത്ത്, അതായത് സ്കൂളെല്ലാം റീഓപ്പൺ ചെയ്തിട്ടുള്ള സമയത്തെല്ലാം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം കമ്പനീസിൽ വർക്ക് ചെയ്യാം, അല്ലാണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാം. ദാറ്റ്സ് ദി മെയിൻ തിങ്. അപ്പോൾ ഈ 2 മാസം നമ്മൾ ഒരു സ്കില്ലിന് വേണ്ടി ഫോക്കസ് ചെയ്താൽ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇയേഴ്സിലെല്ലാം യൂസ്ഫുൾ ആവുന്നത്. ബിക്കോസ് ഈ ടൈപ്പ് റോബോട്ടിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആയാലും കോഡിങ് ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർ ഉപയോഗിക്കുന്ന പറയുന്നത് എഞ്ചിനീയറിങ്
ക്ലാസ്സസിലായിരിക്കാം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന കോർപ്പറേറ്റ് ജോബ്സിലായിരിക്കാം. അത് മുമ്പേ പഠിക്കുകയാണ്. ദാറ്റ്സ് ദി മെയിൻ തിങ്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. യെസ് യെസ്. അപ്പം ഞാൻ വളരെ ഇതായിട്ട് ഓപ്പണായി ചോദിക്കുകയാണെങ്കിൽ ശ്രീനന്ദ് ആരാണ്? അപ്പം ഞാൻ വളരെ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്. ഓക്കെ. ശ്രീനന്ദ് ആരാണ്? ശ്രീനന്ദിന് എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ശ്രീനന്ദ് എന്ന് പറയുമ്പോൾ ഒരു റോബോട്ടിക്സ് എന്തൂസിയാസ്റ്റ് ആണ്, റോബോട്ടിക്സ് ട്രെയിനറാണ്, അതേപോലെ തന്നെ ഓൺട്രപ്രണറാണ്. അപ്പം ഞാൻ 60+ വർക്ക്ഷോപ്പെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, കാസർഗോഡ് ജില്ലയിലും ഈ കേരളം ഒട്ടാകെ ഞാൻ 60+ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 2-3 ഓൺലൈൻ ബാച്ച് ഓഫ് റോബോട്ടിക്സ് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോബോട്ടിക്സ് പ്രൊജക്റ്റുകളും റോബോട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റിലെല്ലാം മീൻസ് നമ്മുടെ സംസ്ഥാന ശാസ്ത്രമേളകളിലെല്ലാം സ്റ്റേറ്റ് ലെവലൊക്കെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാക്കത്തോൺസ് എന്നെല്ലാം പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കൾച്ചറുണ്ട്, കോഡിങ് പീപ്പിൾസ് ചെയ്യുന്നത്, അതിലേക്കും ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രീനന്ദ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനന്ദ് റോബോട്ടിക്സിനെയും ഈ ഒരു ടെക് ഫീൽഡിനെയും ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് മേഖലയെയും അതിതീവ്രമായിട്ട് റിസർച്ച് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ. മറ്റൊന്ന്, ഇപ്പം സ്റ്റാർട്ടപ്പിലേക്ക് അല്ലെങ്കിൽ സംരംഭകത്വം അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ്, ഇപ്പം ശ്രീനന്ദ് പറഞ്ഞോ ഓൺട്രപ്രണർ ആവണം എന്നുള്ളത് മനസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് ആണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പം ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അത് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം പഠിക്കണമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പഠിക്കണം, അല്ലെങ്കിൽ എക്സാം ഉണ്ടാവും. ആ സമയത്ത് പിന്നെ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂളിലുള്ള ഒരു എക്കോസിസ്റ്റം എങ്ങനെയായിരുന്നു? അതിൽ ഞാൻ ഭാഗ്യവാനാണ് കേട്ടോ. ഞാൻ ഇതുവരെ പഠിച്ച സ്കൂളുകളിൽ, എല്ലാ സ്കൂളിലും എനിക്ക് ഇതുവരെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പം ഈ സമയത്ത് പഠിത്തവും ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പ് ആയാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്കില്ലായാലും എങ്ങനെ മാനേജ് ചെയ്യുക വെച്ചാൽ അത് ഡിഫറെൻ്റ് ആണ് എല്ലാവർക്കും. ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പഠിക്കുന്ന മീൻസ് ഒക്കെ പഠിത്തം എന്ന് പറയുന്നത് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓക്കെ. ഒക്കെ 10th ഫുൾ A+ ആണ്. അതൊരു സംഭവമൊന്നുമല്ല. ഇപ്പോൾ +1 97% മാർക്ക് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സൈഡ് 2 ഏജൻസി ആയാലും സ്റ്റാർട്ടപ്പ് ആയാലും വർക്ക്ഷോപ്പ് ആയാലും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ചോദിക്കുന്നത് ഹൗ എങ്ങനെ പറ്റുന്നു? നമ്മുടെ ഇഷ്ടത്തിനായാൽ 24 മണിക്കൂർ മേ ബി 48 മണിക്കൂറായിട്ട് മാറും. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24-48 മണിക്കൂറായിട്ട് മാറും. ഇപ്പം മറ്റൊരു കാര്യം എനിക്ക് ഇപ്പം ശ്രീനന്ദ് പറഞ്ഞു വന്നത്, ഇപ്പം ഇങ്ങനെ വളരെ താല്പര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കത് വളരെ പ്രൊഡക്റ്റീവായി തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ടെക് ഫീൽഡിലേക്ക് വരുമ്പോൾ തന്നെ ഈ പൊതുവിദ്യാലയത്തിലാണല്ലോ പഠിച്ചത്. എനിക്ക് തോന്നുന്നു ശ്രീനന്ദിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച പരിച്ഛേദമാണ് ശ്രീനന്ദ്. ബിക്കോസ് പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചത്, അല്ല UP സ്കൂളിൽ തൊട്ട് നീ പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചത്. ഇപ്പം ഇരിയണ്ണി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ഇപ്പം എക്സാം എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു മൊത്തത്തിലുള്ള അനാലിസിസിന് കൂടി വിധേയമാക്കാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസത്തെയും നിന്റെ സ്കൂളിലെ ഇത്തരത്തിലുള്ള സപ്പോർട്ടിങ് സിസ്റ്റത്തെയും കാണുന്നത്? എല്ലാ വേദികളിലും ഞാൻ പഠിച്ച സ്കൂളും എൻ്റെ ഈ കേരള സിലബസ് മീൻസ് എനിക്ക് അങ്ങനെ പറയലെന്ന് അറിയത്തില്ല. ഈ ഒരു കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ വേദികളിലും ഞാൻ പറയുന്ന സംഭവം തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ഓൾ അതർ എഡ്യൂക്കേഷൻ സിസ്റ്റം, കേരള ഇസ് ദി ബെസ്റ്റ്. ബിക്കോസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കമ്പ്യൂട്ടർ പഠിക്കണോ, കിഡിലായിട്ടുള്ള IT ഫെസിലിറ്റീസുള്ള കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. റോബോട്ടിക്സ് പഠിക്കണോ, കിഡിലിന് റോബോട്ടിക്സ് കിറ്റ് ഉണ്ട്. ഈവൻ ഇപ്പോൾ അടുത്താണ് അഡ്വാൻസ് റോബോട്ടിക്സ് കിറ്റ് കൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഞാൻ കൈറ്റിൽ ലിറ്റിൽ കിഡ്സിൻ്റെ സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുത്ത ഒരാളും കൂടിയാണ്. അപ്പോൾ ലിറ്റിൽ കിഡ്സ് കൈറ്റ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഓൾറെഡി കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ലിറ്റിൽ കിഡ്സിൽ വളർന്ന് വന്ന ഒരാളാണ്. അതേപോലെ തന്നെ എൻ്റെ വേറൊരു സ്റ്റാർട്ടപ്പ്, ഞാൻ അങ്ങനെ പറയാറില്ല, മീൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റാർട്ടപ്പിൻ്റെ co-founder-ഉം ഒരു ലിറ്റിൽ കിഡ്സ് ക്യാമ്പ് എനിക്ക് കിട്ടിയ ഒരാളാണ്. ആ ക്യാമ്പ് എവിടെ നടന്നു വെച്ചാൽ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറും ഈ ബിസിനസ്സും ഈ ഒരു ഓഫീസും ഈ ഒരു ഓഫീസ് സ്പേസിനെ കാണുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു ക്രേസ് വന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം 100% കിട്ടുന്നുണ്ട്. ഒരു അങ്ങനെ പൊതുവിദ്യാലയത്തിൽ പഠിച്ച ജെൻസി ആയിട്ടുള്ള കിഡ് എന്നുള്ള രീതിയിൽ
നീ സാറ്റിസ്ഫൈഡ് ആണോ? 100% ആണ്. എന്താ വെച്ചാൽ പഠിക്കുന്നില്ലായിരിക്കും പഠിക്കുക, ഇഷ്ടത്തോടെ പഠിക്കാം. അതിലുള്ള ഫാക്കൽറ്റീസ് അതും എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ട അല്ലെങ്കിൽ ലിറ്റിക്കേറ്റ്സിൽ ഞാൻ പരിചയപ്പെട്ട എൻ്റെ സാറുമാരും ടീച്ചേഴ്സും ഇപ്പോഴും എനിക്ക് കണക്ഷൻസ് ഉണ്ട്. ഓരോ വേദികളും എനിക്ക് ഇപ്പോഴും തുറന്നിട്ട് തരുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ ലൈഫിലായാലും അവരുടെ ഈ ഒരു വർക്കിംഗ് കൾച്ചറിലായാലും എനിക്ക് തുറന്നു തരുന്നുണ്ട്. അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ലിറ്റിക്കേറ്റ്സിൻ്റെ എനിക്ക് പൊസിഷൻ തരാറില്ല റോജി സാർ എന്ന് പറയുന്നത്. എന്നെ എല്ലാ വേദികൾക്കും വിളിക്കലുണ്ട്. എന്നോട് അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സാറും കൂടിയാണ്. കൈറ്റ്സിൻ്റെ എനിക്ക് സിനിമാറ്റിക് ലെവലിൽ നിൽക്കുന്ന ഒരു സാറാണ്. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം ബാക്കിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം 0 to 1 പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കേരളം എന്ന് പറഞ്ഞ് 1 to 2 ഓൾറെഡി കടന്നിട്ടുണ്ട്. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. റോബോട്ടിക്സ് ലാബ്, IT ഫെസിലിറ്റീസ്, കണ്ടക്ടിങ് വാരിയസ് എമൗണ്ട് ഓഫ് എന്താ പറയുക ആക്ടിവിറ്റീസ്, ക്യാമ്പ്സ്, സമ്മർ ക്യാമ്പ്സ്, ഇറ്റ്സ് അമേസിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതൊക്കെ സംരംഭങ്ങളാണ് പിന്നെ നിലവിൽ ശ്രീനന്ദ് നയിക്കുന്നുള്ളത്? ഏതൊക്കെ സംരംഭങ്ങളുടെ ഭാഗമാണ് ശ്രീനന്ദ്? എന്തൊക്കെ സംരംഭം, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു ശ്രീനന്ദ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സംരംഭങ്ങളിലാണ് ഇപ്പോൾ ശ്രീനന്ദ് ഉള്ളത്? ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ തുടങ്ങിയതും എല്ലാ രീതിയിലേക്കും എന്നെ അറിഞ്ഞതും കോഡ് കേവ് എന്ന് പറയുന്നൊരു ഏജൻസി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഡ് കേവ് എന്ന് പറയുന്നത് ബേസിക്കലി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും സർവീസസും ചെയ്തു കൊടുക്കുന്ന ഒരു ഫേമാണ്, അല്ലാതെ ഒരു ഏജൻസിയാണ് കോഡ് കേവ് എന്ന് പറയുന്നത്. നമ്മൾ 100+ അല്ലെങ്കിൽ 500+ പ്രോജക്ട്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 to 3 years ആയി നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്. അപ്പം റീസെൻറ്റ് വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആധാറിൽ ഒരു ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, റോബോട്ടിക്സ്, അതേപോലെ തന്നെ IoT ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ആ രീതിയിലേക്ക് നമ്മളിപ്പോൾ ചൂട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആരൊക്കെയാണ് നിങ്ങളുടെ സംരംഭങ്ങളുടെ ഭാഗമായിട്ടുള്ളത്? അവരെ ഫ്രണ്ട്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആരൊക്കെയാണുള്ളത്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വീടും എൻ്റെ വീടും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ കാസർഗോഡാണ്. എൻ്റെ കോ-ഫൗണ്ടർ നമ്മൾ ടോട്ടൽ 3 ആൾക്കാരാണ് ലീഡ് ചെയ്യുന്നത്. ഞാൻ കാസർഗോഡാണെന്നുണ്ടെങ്കിൽ ശ്രാവൺ നാരായണൻ കണ്ണൂരാണ്, മുഹമ്മദ് ഇർഷാദ് പയ്യന്നൂരാണ്. 3 ആൾക്കാരും 3 ലൊക്കേഷനാണ് ഉള്ളത്. 3 ആൾ എങ്ങനെയാണ് കണക്ട് ആയത്, എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇർഷാദിനെ എനിക്ക് മുമ്പേ അറിയാം. ഇർഷാദ് എന്ന് പറയുന്നത് നമ്മൾ റാൻഡംലി ഒരു ഗ്രൂപ്പ് വഴി നമ്മൾ ഈ ഇലക്ട്രോണിക്സ്, ഈ കോഡിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വാട്സപ്പ്, ഈ കോവിഡ് ടൈമിലെല്ലാം ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ട ഒരാളാണ് ഇർഷാദ്. ഞാൻ അവനും കൂടി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ സമയത്ത് എനിക്കൊരു കിടിലനെ ഒരു യൂട്യൂബ് ചാനലെല്ലാം ഉണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ തപ്പി പോയിട്ട് ഒരു മ്യൂസിക് തപ്പി പോയിട്ടാണ് ശ്രാവണിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു മ്യൂസിക് ഞാൻ കണ്ടുപിടുന്നത്. അവൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ കോൺടാക്റ്റ് ആക്കി കുറേ കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇത് റിയലായിട്ട് നടന്നു കേട്ടോ. ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയേക്കാം. അവനെ കോൺടാക്റ്റ് ആക്കി, വീണ്ടും കോൺടാക്റ്റ് ആക്കി, നമ്മൾ ഒരുമിച്ച് കുറച്ച് വർക്ക്സ് ചെയ്തു. രണ്ടാളും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഒരു ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് തന്നെ മുന്നോട്ടുണ്ടെന്ന് അറിയിച്ചു. റണ്ണിങ് എ ലോട്ട് ഓഫ് ബിസിനസ്. ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിങ്ങൾക്ക് പ്രോജക്ട്സ് ഉള്ളത്? നമ്മളിപ്പോൾ 6+ കൺട്രീസിൽ ഓൾറെഡി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഒമാൻ, ഖത്തർ, UAE, UK, സിംഗപ്പൂർ, ദുബായ്, എല്ലായിടത്തേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ വർക്ക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് വെബ് ഡെവലപ്മെൻ്റ് ആണ്. ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പനിക്കായിട്ട് ആവശ്യമായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഹാർഡ്വെയർ പാർട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നിങ്ങൾക്ക് വേണ്ട ഹാർഡ്വെയർ പ്രൊഡക്ട്സ്, ടെക് പ്രൊഡക്ട്സിന് നമ്മൾ ഡിസൈനും പ്രോട്ടോടൈപ്പും ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. റോബോട്ടിക്സ് വർക്ക് ചെയ്യാറുണ്ട്. എംബ്രോയ്ഡറി പ്ലസ് ഇലക്ട്രോണിക് സിസ്റ്റംസ് പ്ലസ് IoT സിസ്റ്റംസ് എല്ലാം ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതായത് നിങ്ങളുടെ വേണ്ടിയിട്ടുള്ള IT സൊല്യൂഷൻസ് ആണ് നമ്മൾ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഏതൊക്കെ രാജ്യങ്ങളുടെ അത് പറഞ്ഞു, നിങ്ങളുടെ വർക്ക്സ് പറഞ്ഞു. എത്ര സ്റ്റാഫാണ് നിലവിലുള്ളത് നിങ്ങൾക്ക്? കറന്റ് സ്റ്റാഫ്സ് എന്ന് പറയുമ്പോൾ 20+ സ്റ്റാഫ്സ് ഇപ്പം കറന്റ് റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ ഫുഡ് സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ആണ്. അത് സെയിൽസിൽ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ 20+ ആൾക്കാർ. ഒന്നിച്ച് പഠിച്ച ആളുകളുണ്ടോ? അല്ല, നമ്മൾ തന്നെ ഹയർ ചെയ്ത ആൾക്കാർ, ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഹയർ ചെയ്ത ആൾക്കാരാണ് അതൊക്കെ. എങ്ങനെയാണ് അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം പല രീതിയിൽ ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കണം, ഫിനാൻഷ്യൽ സൈഡ് നോക്കണം, HR മാനേജ്മെന്റ് ലെവലിൽ നോക്കണം. ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ആ ലെവൽ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ഇത് ട്രഡീഷണൽ മെത്തേഡാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ലൊരു വലിയൊരു IT ഫേംസിൻ്റെ മേഖലയിൽ ചിന്തിക്കുക ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന
ഹൈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് മാർജിൻ തരുന്ന ഏജൻസിക്കൊന്നും ഇത് ആവശ്യമില്ല. ബേസിക്കലി സെയിൽസ് മാർക്കറ്റിങ്ങിൽ വരുന്ന ആൾ തന്നെ ആയിരിക്കും. മീൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആരാ? ഈ എന്താ പറയുക, വീഡിയോ എഡിറ്റിങ്ങിലും ഫോട്ടോഷോട്ടിലും സ്കില്ലുള്ള ആളാണ്. പക്ഷെ അവർക്ക് അറിയാം എങ്ങനെയാണ് കണ്ടന്റ് വേണ്ടതെന്ന്. ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആരാ? അത്രക്കും പാഷനായിട്ട് ആൾക്കാരാണ്. ആ സെറ്റ് ഓഫ് ഒരു 5 ആൾക്കാരെ എടുത്താൽ തന്നെ പകുതി ആൾക്കാരെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റി. മനസ്സിലായില്ലേ? അപ്പം ട്രഡീഷണൽ മെത്തേഡ് ഒഴികെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ജെൻസി ആയിട്ട് തുടങ്ങുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു തലമുറ തുടങ്ങുന്ന എല്ലാ ഏജൻസി, ഞാൻ ഏജൻസിയുടെ കാര്യമായിട്ട് പറയുന്നത്, ഏജൻസി ഇങ്ങനെ തന്നെയാണ് റൺ ചെയ്യുന്നത്. അതിൽ കുറേ മീൻസ് മെൻ്റലി കുറേ പ്രഷർ ഉണ്ടാവും. പക്ഷേ ഈ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മറ്റൊന്ന്, എനിക്ക് നിങ്ങൾ വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ, ദേശാഭിമാനിയിൽ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ശ്രീനന്ദിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി അടക്കം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റി. അതെന്താണ്? അതെങ്ങനെയാണ് ആ ഒരു അവസരം കിട്ടിയത്? അതെന്താണ് ആ പ്രൊജക്റ്റ്? റാൻഡംലി അല്ല, നമ്മുടെ വർക്ക്സെല്ലാം കണ്ടിട്ട് നമ്മുടെ ക്ലയൻറ്റ് അറിയാം, അതിനകത്ത് കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് ഉണ്ട്. ഞാൻ പറയാം. അതായത് അപ്രോച്ച് ചെയ്തു, ഇന്ത്യൻ ആർമി നമുക്ക് അപ്രോച്ച് ചെയ്തു. അവർക്ക് വേണമെന്ന് പറഞ്ഞത് AI സിസ്റ്റമാണ്. അതായത് അവർക്ക് ഒരു ഓട്ടോമേറ്റ് ചെയ്യേണ്ട ഒരു AI സിസ്റ്റമാണ് വേണ്ടത്. നമ്മുടെ സ്കില്ല് വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അവർ 100% സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ അവർ നിങ്ങളെ ഡിപ്ലോയ് ചെയ്തിട്ട് കൊടുത്തു. അതിപ്പോൾ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോടൈപ്പ് ലെവലിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കൗതുകം അതേ വാർത്തയിൽ ഉണ്ടായിരുന്നത്, നിങ്ങളുടെ ഈ ഒരു സംരംഭക പരിപാടി അല്ലെങ്കിൽ കോഡിംഗ് പരിപാടികൾ, നിങ്ങളുടെ ഒരു നേട്ടം പാഠപുസ്തകത്തിൽ SSLCയുടെ പുസ്തകത്തിൽ തന്നെ വരികയുണ്ടായല്ലോ. ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ 10 കഴിഞ്ഞ് +1 ഇരിക്കുമ്പോഴാണ്, +2 ഇരിക്കുമ്പോഴാണ്, അത് ഒരു വർഷമായിട്ടുള്ളൂ, ഇപ്പോഴാണ് ആക്ടിവിറ്റി ബുക്കിൽ എൻ്റെയും അതുപോലെ തന്നെ ഞാൻ റൺ ചെയ്യുന്ന ഏജൻസിയുടെയും സ്റ്റാർട്ടപ്സിൻ്റെ എല്ലാം വാർത്ത എൻ്റെ ബാക്കിൽ നിന്ന് ജൂനിയേഴ്സിന് പഠിക്കാനുണ്ട് നടന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അവരുടെ വീട്ടിൽ രാത്രിക്ക് പോയിട്ട് വാങ്ങിച്ചിട്ട് നോക്കി, ഈ സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ പോയിട്ട് നോക്കി. മീൻസ് അവർക്കൊരു ഓൺടർപ്രണർഷിപ്പിൻ്റെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. അതിലൊരു പേജ് തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഗത്തും, ബിക്കോസ് അത് കേരള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് കൂടിയാണ്. ബിക്കോസ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത ആളുകളെ തന്നെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റി. അതൊരു അച്ചീവ്മെന്റ് ആണ്. ഓഫ് കോഴ്സ് ആണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിൽ 14 ജില്ലകൾ ആയിരക്കണക്കിന് ഇങ്ങനത്തെ ഒരു ഇന്നോവേറ്റേഴ്സ് ഉണ്ടാവും. അത് മേ ബി ഞാൻ ഉൾപ്പെടെ ആൾക്കാർ അറിയാത്തത് മേ ബി അവർക്ക് ആ ഒരു ബ്രാൻഡിങ്ങിൽ സെൽഫ് പ്രൊമോഷൻ പല പരിമിതികളുണ്ടാവും. അപ്പം അങ്ങനെയാണ് അത്. കേരള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ അങ്ങനത്തെ റിസൾട്ട് തരേണ്ടവർ തന്നെയാണ്. ബിക്കോസ് ഞാൻ 8th 9th പഠിക്കുമ്പോൾ തന്നെ ഒക്കെ റോബോട്ടിക്സിന് കിറ്റ് സ്കൂളിൽ തന്നെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിൽ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന അതേ ക്ലാസ് റൂമിൽ തന്നെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത്രയും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. പക്ഷെ എവിടെ നിന്നാണ് തുടങ്ങല്, എങ്ങനെയാണ് തുടങ്ങല്, എവിടെ നിന്നാണ് ശ്രീനന്ദ തുടങ്ങേണ്ടത്? സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ലോകത്തേക്ക് വരണം. അപ്പം ശ്രീനന്ദിന് എങ്ങനെയാണ്? നമുക്ക് കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹം അതാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട്, ഒരുപാട് ആളുകൾ ഉണ്ട്. അവർക്കൊരു കൃത്യമായ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു പറഞ്ഞു കൊടുക്കാൻ ഒരാൾ ഇല്ലാത്ത ഒരുപാട് ആളുകൾ. അവരെ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക? നിങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങണം എന്നുണ്ടെങ്കിൽ തുടങ്ങുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു PDF അയച്ചു തന്നിട്ട് അത് നോക്കി പഠിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ റെഫർ ചെയ്തോ, അല്ലാന്നുണ്ടെങ്കിൽ കോഴ്സ് റെഫർ ചെയ്തോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കണോ, AI ഉണ്ട്, മെൻറ്റർഷിപ്പ് ആണോ, നമ്മളെപ്പോലെ ആൾക്കാരുണ്ട്, നമ്മൾ മെസ്സേജ് നോക്കാതെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ ആർക്കിടെക്റ്റ് ആണ്, നിങ്ങൾ സോഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ പറ്റി എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ ഒരു മടിയുണ്ട്. ബിക്കോസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് പുറത്തേക്ക് പറയാൻ ഒരു മടി ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോലുള്ള ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പം നിങ്ങളുൾപ്പെടെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നെറ്റ്വർക്കിംഗ് നമുക്ക് ആവശ്യമാണ് അല്ലേ? ഓഫ് കോഴ്സ് ആവശ്യമാണ്. മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അറ്റൻഡ് ചെയ്യുക, ഒരുപാട് ഹാക്കത്തോൺസ് ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഫീൽഡിലേക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്യാമ്പയിൻസും ഇവൻറ്റ്സും ഒരുപാട് ഉണ്ടാവും, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. തുടങ്ങുക, എവിടെ നിന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. റോബോട്ടിക്സ് പഠിക്കണോ, തുടങ്ങുക. എങ്ങനെ ഡൗട്ട്സ് വേണോ, ChatGPT ഉണ്ട്. ഫസ്റ്റ് ഒരു LED ബ്ലിങ്ക് കഴിക്കാൻ പറയുന്നത് ഏറ്റവും വലിയ ടാസ്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള റോബോട്ട് ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും വലിയ ടാസ്ക് ആയിരിക്കും ഒരു LED 2 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഏതൊക്കെ കമ്പോണൻറ്റ് എത്രയൊക്കെ ഓർഡർ ചെയ്യണം, അതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്, AI എങ്ങനെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സോഫ്റ്റ്വെയർ എന്താണ്, റെസിസ്റ്റൻസ് ഉണ്ടാകും, വേറെ എന്താണ്, ബ്രെഡ് ബോൺ ഉണ്ടാകും. തുടങ്ങുക.
ഇപ്പൊ മറ്റൊന്ന് എനിക്ക് തോന്നുന്നു പ്രവൃത്തി പരിചയമേളയിൽ അല്ലെ, പിന്നെ ഒരു ഫയർ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനം ഞാൻ വാർത്തയിൽ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന കാര്യമാണ്. അത് കുറച്ച് പഴയൊരു സംഭവമാണ്. റേസെറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ആയിരുന്നു കേട്ടോ. അത് അതിൽ ജില്ലാതലൊരു മത്സരമായിരുന്നു. അതെന്തായിരുന്നു അത്? അതൊരു ഫയർ എക്സ്റ്റിങ്വിഷിംഗ് അതാണ് നമ്മുടെ ലിറ്റി ഗൈഡ്സിന്റെ സ്റ്റേറ്റ് ക്യാമ്പിൽ ഞാൻ പോയിട്ട് നമ്മുടെ ശിവൻകുട്ടി സാറിന് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം ശ്രീനാഥ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് റോബോട്ടിക്സ് രംഗത്ത് തന്നെ? ചെയ്ത പ്രൊജക്റ്റുകൾ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു സെമി ഹ്യൂമനോയിഡ് റോബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബീക്വയർ എന്നാണ് അതിൻ്റെ പേര്. സംസാരിക്കും, കൈയൊക്കെ ഉണ്ട് കേട്ടോ അതിന്. കയ്യിലൊക്കെ ഒരു ഹാൻഡ് ഷേക്ക് മോഡൽ ചെയ്യും, ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യും, പിന്നെന്താ ഒരു സംസാരിക്കും, നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. പക്ഷേ ആ ഇൻട്രാക്ഷനിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഫയർ ഫൈറ്റിംഗ് റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഹാഫ് ഓഫ് ദി സൈസ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഒരു റോബോട്ടിക് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ് സ്പ്രേയിങ് റോബോട്ട്. അത് മീൻസ് ഒരു അഗ്രി ബോട്ടാണ് കേട്ടോ. അത് മീൻസ് നമ്മുടെ എന്താ പറയുക, ചെടികളൊക്കെ ഉണ്ടാകുന്നില്ലേ, അതിന് അടുക്കളയിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യും. പിന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രൊജക്ട്സുകളും വെബ്സൈറ്റുകളും ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. പേര് പറയാം, സെന്റിനൽ എന്ന് പറയുന്ന പ്രൊജക്ട്സിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെന്റിനൽ എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടൈപ്പ് റോബോട്ടാണ്. അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. അത് കറൻ്റ്ലി ഇപ്പോൾ ഞാൻ ടെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അത് ഈ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നതാണ് പ്രതീക്ഷ. ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പേര് പീപ്പിൾസ് പ്ലാനിംഗ് എന്നാണ്. കാരണം ജനകീയാസൂത്രണം കേരളത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയാനും അല്ലെങ്കിൽ അത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പേരും പീപ്പിൾസ് പ്ലാനിംഗ് തന്നെയാണ്. അപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് മൈവാഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്തെ ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന വിദ്യാർത്ഥി സമൂഹത്തെ എങ്ങനെയാണ് നമ്മുടെ പീപ്പിൾസ് പ്ലാനിങ്ങിലേക്ക് 2ാം തലമുറ ജനകീയാസൂത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണിത്. എങ്ങനെയാണ് മൈവാഡിലേക്ക് നിങ്ങൾ എത്തിയത്? എന്താണ് മൈവാഡ്? മൈവാഡ് എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ ഒരു ഇന്ത്യ, നമ്മുടെ രാജ്യമായിട്ട് ഇന്ത്യനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എപ്പോഴും നല്ല ഡെവലപ്ഡ് ആയിരിക്കും, മറ്റേ സൈഡിൽ നടന്നത് കുറച്ച് അൺഡെവലപ്ഡ് ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് സിനാരിയോനെ ഒഴിവാക്കുകയാണ് നമ്മൾ മൈവാഡ് ചെയ്യുന്നത്. അതായത് മൈവാഡിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള ന്യൂസ്, അതേപോലെ തന്നെ ആഡ്സ്, അതേപോലെ തന്നെ എന്ത് വിവരങ്ങളാവട്ടെ അതൊക്കെ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി അല്ലെങ്കിൽ ഒരു ഫോൺ വഴി അറിയാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ആപ്പാണ് മൈവാഡ്. ആ മൈവാഡിൽ തന്നെ കുറേ എക്സ്റ്റൻഷൻ ഉണ്ട്. ജോബ് ലിസ്റ്റിങ്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ജോബ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നാട്, നമ്മുടെ വാർഡ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത്, ആ പഞ്ചായത്തിനെ എങ്ങനെ 0 to 1 എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊന്ന് ഓട്ടോമേറ്റ് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റിലൂടെയായിട്ടാണ് ഈ ഞാൻ അടക്കമുള്ള 3 കോ-ഫൗണ്ടേഴ്സ് ഉണ്ടാക്കുന്ന ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് മൈവാഡ്. ഇത് എവിടെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് കിട്ടിയോ? ആരെങ്കിലൊക്കെ ഇതിനെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് 2-3 ഇപ്പം കറൻ്റ് ഓൺ ബോർഡ് ആക്കിയിട്ടുള്ളത് ഒരു ടെസ്റ്റിംഗ് പർപ്പസിനുണ്ട്. 2-3 പേര് ഞാൻ പറഞ്ഞത് 2-3 പഞ്ചായത്തിൽ ഓൾറെഡി ഓൺ ബോർഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം അതോറിറ്റീസിൽ വർക്ക് ചെയ്യുന്ന MLAs ആയാലും കളക്ടേഴ്സ് ആയാലും എല്ലാ ആൾക്കാരും ഇതിലേക്ക് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ പറയുന്ന മൈവാഡ് പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ്, കൺസെപ്റ്റ്സ്, സ്റ്റാർട്ടപ്പിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലേ? പറ്റും, ഓഫ് കോഴ്സ് പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ജനപ്രതിനിധികളോടാണ്. കാരണം നമ്മുടെ നാട്ടിലെ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പാണ് നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് തിരിച്ചറിയേണ്ട കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഭകളുടെ, ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നാടിൻ്റെ ഡെവലപ്മെന്റിന് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്.